മക്കളെ, നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു രണ്ട് MCQ ആണ്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന രണ്ടെണ്ണം. സാറിനെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ദ പൊസിഷൻ ഇൻ വിച്ച് 100 ബിക്കംസ് എ ടേം ഓഫ് ദി സീക്വൻസ്. നമുക്കൊരു അരിത്തമാറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. 1/7, 2/7, 3/7 എക്സെട്ര. അതായത് 1/7, 2/7, 3/7 എക്സെട്ര എന്ന ശ്രേണിയിൽ 100 ഒരു പദമാകുന്നത് ഏത് സ്ഥാനത്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കൊരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. നമ്മുടെ സീക്വൻസ് ഇതാണ്: 1/7, 2/7, 3/7 എക്സെട്ര. ഇതാണ് സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസ്. ഇതിൽ 100 എന്ന നമ്പർ, 100 എന്ന നമ്പർ ഈ സീക്വൻസിലെ ഒരു പദമാകുന്നത് ഏത് സ്ഥാനത്താണ്? അതായത് നമുക്കറിയാം, ഒരു 100 എന്ന് പറയുന്ന ഒരു നമ്പർ അല്ലെ nth ടേമിൽ വരുന്ന ഇക്വേഷൻ നമുക്കറിയാം. an ഈസ് ഈക്വൽ ടു a പ്ലസ് n-1 ഇൻറ്റു d. നമുക്കറിയാം an ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ nth ടേം എന്ന് പറയുന്നത്, nth ടേമിൽ വരുന്ന ഒരു നമ്പർ എന്ന് പറയുന്നത് a പ്ലസ് n-1 ഇൻറ്റു d ആണ്. an ഈസ് ഈക്വൽ ടു a പ്ലസ് n-1 ഇൻറ്റു d. അതായത് nth ടേമിലെ ഒരു nth ടേം വരുന്നത് a പ്ലസ് n-1 ഇൻറ്റു d. ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് n കിട്ടിയാൽ മതി. അപ്പം നമുക്ക് 100 എന്ന് പറയുന്നത് ഒരു an ആക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് n-ൻ്റെ വാല്യൂ കാണുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. a എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദമാണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1/7 ആണ്. അപ്പം നമുക്ക് a ഈസ് ഈക്വൽ ടു 1/7. എക്ക് പകരം നമുക്ക് 1/7 എന്ന് പറയാം. പ്ലസ് n-1 ഇൻറ്റു d എത്രയാണ്? d എന്ന് പറയുമ്പം 2/7 മൈനസ് 1/7. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ രണ്ടാം പദം മൈനസ് ഒന്നാം പദം. അപ്പം 2/7 മൈനസ് 1/7 എന്ന് പറഞ്ഞാൽ 1/7 ആണ്. അപ്പം എയും 1/7, ഡിയും 1/7. നമുക്ക് ഇത് 100 ആണെന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് an 100 ആയിക്കൊണ്ട് n-ൻ്റെ വാല്യൂ കാണാൻ അവർ പറഞ്ഞിരിക്കുന്നത്. ഈ 1/7 നമ്മൾ വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 1/7, ഇങ്ങോട്ട് നോക്കിയേ, ഇതിനെ നമുക്ക് 1/7 ഇൻറ്റു 1 എന്ന് പറയാം. അപ്പോൾ 1/7 വെളിയിലെടുത്താൽ 1 പ്ലസ് n-1 ബ്രാക്കറ്റിൽ വരും. ദിസ് ഈസ് ഈക്വൽ ടു 100. അപ്പം ഈ 1ഉം -1ഉം കട്ട് ചെയ്യുമ്പോൾ ബ്രാക്കറ്റിൽ n എന്ന് വരും. ഈ 7 നമുക്ക് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n ഈസ് ഈക്വൽ ടു 700 എന്ന് പറയും. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാ? നമ്മുടെ ക്വസ്റ്റ്യനിൽ ദ പൊസിഷൻ അറ്റ് വിച്ച് 100 ബിക്കംസ് എ ടേം ഓഫ് ദി സീക്വൻസ്, അല്ലെങ്കിൽ 1/7, 2/7, 3/7 എക്സെട്ര എന്ന ശ്രേണിയിൽ 100 ഒരു പദമാകുന്നത് ഏത് സ്ഥാനത്താണ്? 100 ഒരു പദമാകുന്നത് നമുക്ക് 700ാമത്തെ സ്ഥാനത്താണ്. അതായത് n ഈസ് ഈക്വൽ ടു 700. ഇപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്തേ? നമ്മളുടെ nth an ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ an എന്ന് പറയുന്ന ഒരു ടേമാണ്. ആ ടേമിനെ നമ്മൾ ജനറലായിട്ട് എഴുതുന്നത് an ഈസ് ഈക്വൽ ടു a പ്ലസ് n-1 ഇൻറ്റു d എന്നാണ്. മക്കളത് നോട്ട് ചെയ്ത് വെക്കണം. an ഈസ് ഈക്വൽ ടു a പ്ലസ് n-1 ഇൻറ്റു d. പക്ഷേ ഈ an-ൻ്റെ സ്ഥാനത്ത് 100 ആണ്. അങ്ങനെ വരുമ്പം ഈ 100ൻ്റെ പൊസിഷൻ കാണണമെങ്കിൽ അവിടെ n കാണണം. അപ്പോൾ a പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറയുന്നത് 100 ആണ്. ഇവിടെ എയുടെ വാല്യൂ, a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ആണ്, ആദ്യ പദം, അത് 1/7 ആണ്. d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്, 2/7 മൈനസ് 1/7. d കോമൺ ഡിഫറൻസ് ആണല്ലേ, പൊതുവ്യത്യാസമാണ്, അതും 1/7 ആണ്. പിന്നെ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചാൽ മതി. ഈ 1/7 വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് n-1 കിട്ടും. ഈസ് ഈക്വൽ ടു 100, n ഈസ് ഈക്വൽ ടു 700. വളരെ ഈസി ക്വസ്റ്റ്യൻ. ഇനി ഇതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. സി, നമുക്ക് തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസ് നോക്കി. a-1, a-2, a-3 എക്സെട്ര ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. അതായത്
A-1, A-2, A-3 എക്സെട്ര ഒരു സമാന്തര ശ്രേണിയാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രത്യേക സമാന്തര ശ്രേണിയാണ് A-1, A-2 എക്സെട്ര. നമ്മോട് ചോദിച്ചത് വാട്ട് ഈസ് ദി കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ്, അല്ലെങ്കിൽ ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര? നമുക്കറിയാം കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ്. അതായത് A-1 മൈനസ് A. പൊതുവ്യത്യാസം അല്ലെ കോമൺ ഡിഫറൻസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ A-1 ആണ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. A-1 മൈനസ് A എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ഇതേ കണ്ടോ, എയും കട്ടായി പോയിട്ട് -1 എന്ന് വരും. അപ്പം നമുക്ക് കോമൺ ഡിഫറൻസ് അല്ലെ പൊതുവ്യത്യാസം എന്ന് പറയുന്നതിൻ്റെ ആൻസർ -1. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വാട്ട് ഈസ് 10th ടേം, 10ാമത്തെ ടേം, അല്ലെങ്കിൽ 10ാം പദം എന്താണ്? നമുക്കറിയാം an എന്ന് പറയുന്നത് എന്താ? an എന്ന് പറയുന്നത് A+n-1 d ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. an = A+n-1 d. അതായത് n-ാം പദം, an എന്ന് പറഞ്ഞാൽ n-ാം പദം, അത് A+n-1 d ആണ്. അപ്പോൾ എന്നിന് നമ്മൾ 10 കൊടുത്തു കഴിഞ്ഞാലോ 10ാം പദം കിട്ടും. അപ്പം നമുക്ക് 10ാം പദം എന്ന് പറയുമ്പം A+n-1 d. അതായത് ഈ എന്നിന് 10 കൊടുത്തു കഴിഞ്ഞാൽ 10-1 വരും, അപ്പം 9 വരും. അപ്പം നമുക്ക് A+9 ഡിയുടെ വാല്യൂ -1 ആണ്. അപ്പം ഡിക്ക് പകരം -1 ഇട്ടു. എന്നിന് 10 കൊടുത്താൽ 10-1 9 കിട്ടി. എക്ക് നമ്മൾ തന്നെയാണ് കൊടുത്തേ. അതിന് കാരണം എന്താ? ഇവിടുത്തെ ഫസ്റ്റ് ടൈം അല്ലെ ആദ്യ പദം എന്ന് പറയുന്നത് A തന്നെയാണ്. അപ്പം അതുകൊണ്ട് ആദ്യ പദം A തന്നെയാണ്. അപ്പം നമുക്ക് A+n-1 എന്ന് പറയുമ്പോൾ 10-1 9 വരും. D-1 ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. D-1 ആണ്. അപ്പം നമുക്ക് A+9 × -1, 9 × -1 എന്ന് പറഞ്ഞാൽ -9 ആണ്. അപ്പം A-9 ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ 10ാം പദം അല്ലെങ്കിൽ വാട്ട് ഈസ് ദ 10th ടേം അല്ലെ 10ാം പദം എന്താണ്? A-9 ആണ് 10ാം പദം. ഇനി ഇങ്ങനെയല്ലാതെ നമുക്ക് നേരിട്ട് കാണാൻ ഒരു വഴിയുണ്ട്. ഇതാ നോക്കിയേ, A-1, A-1, A-2, A-3 ഉണ്ടോ? A-1, A-2, A-3 അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ വരുമ്പം ഇത് 1ാം പദം, 2ാം പദം, 3ാം പദം, 4ാം പദം. ഇനി 5ാം പദം A-4 ആവും. 6ാമത്തേത് A-5 ആവും. A-5. 7ാമത്തെ A-6 ആവും. 8ാമത്തേത് A-7. 9ാമത്തെ A-8. 10ാമത്തേത് A-9. ഇങ്ങനെയും നമുക്ക് എഴുതി കണ്ടുപിടിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല എക്സാമിന് ചെയ്യേണ്ടത്. പെട്ടെന്ന് കിട്ടാൻ വേണ്ടി A+n-1 d, an = A+n-1 d. അവിടെ എന്നിന് 10 കൊടുക്കണം. എന്നിട്ട് എയും ഡിയും എത്രയാണെന്ന് അവിടെ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മക്കൾ മറക്കരുത്.